ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഒരുപാട് ദിവസമല്ലേ ഈ സ്ക്രീനിയൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി വെച്ചാൽ രാത്രി പുട്ട് കഴിക്കണമെന്നുള്ള ആഗ്രഹമാണ്. സംഭവം ഞാൻ പുറത്ത് വാങ്ങാൻ ട്രൈ ചെയ്തതാ, കിട്ടിയില്ല. അപ്പോൾ എന്ത് ചെയ്ത് നേരെ അടുത്തുള്ള കടയിൽ പോയിട്ട് നല്ല ഫ്രഷ് തേങ്ങയും വാങ്ങിച്ചിട്ട് നേരെ പൈസ എടുക്കാൻ റൂമിൽ പോയി. സംഭവം വേറെ ഒന്നുമില്ല, ഇവിടെ പുട്ടുകുറ്റിയുള്ള. പിന്നെ നേരെ പാത്തൂൻ്റെ അടുത്ത് പോയി നിന്നിട്ട് പുട്ടുകുറ്റി വാങ്ങിച്ച് ഞാൻ നേരെ പുറത്തിറങ്ങിയത്. അപ്പോഴേ പൈസയിലേക്ക് വന്നിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻ അല്ല, കുറച്ചധികം ഇൻസ്ട്രക്ഷനൊക്കെ തന്ന് എങ്ങനെയാണ് പ്രൊസീജിയർ എന്നൊക്കെ. അപ്പോൾ ഞാൻ ഇത് ഫസ്റ്റ് ടൈം ഒറ്റയ്ക്ക് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ജമാലിക്ക കൂടെ ഉണ്ടാവും. അപ്പോൾ എല്ലാ ഇൻസ്ട്രക്ഷനും കേട്ടിട്ട് നേരെ റൂമിൽ വന്നു. അപ്പോൾ കുക്കറിലായിരുന്നു ഉണ്ടാക്കണേ. അതുപോലെ കുക്കറൊക്കെ ഒന്ന് കഴുകണം. ഞാൻ കുക്കറൊക്കെ ഒന്ന് കഴുകിയിട്ട് നേരെ കുക്കറിൽ വെള്ളവും പിടിച്ച് അടുപ്പത്താക്കി. പിന്നെ ഞാൻ നേരെ പോയത് ഈ പുട്ടിൻ്റെ മാവ് കുഴയ്ക്കാനാണ്. അപ്പോൾ എന്താണ് അതാ ഒരു ഇതുമില്ല, കാരണം ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒന്നും ഉണ്ടാക്കരുത്. അങ്ങനെ പുട്ടിൻ്റെ മാവൊക്കെ ഇട്ടിട്ട് രണ്ടാമത് നോക്കുമ്പോഴേ വെള്ളമില്ലാത്ത. പിന്നെ ഞാൻ ഒരു ഗ്ലാസ് നോക്കിയിട്ട് നേരെ അങ്ങോട്ട് പോയി റൂമിൽ നിന്ന് വെള്ളം എടുത്ത് അതിൽ ലേശം ഉപ്പിട്ട് കലക്കി. വേറെ ഒന്നുമല്ല ഇങ്ങനെ സൂക്ഷിക്കണേ. ആ ഉപ്പ് കൂടി പോകുന്നുള്ള സംശയത്തിന് വെള്ളം അങ്ങനെ നോക്കിയിട്ട് നിട്ടാ. അങ്ങനെ പുട്ടിന് മാവൊക്കെ തന്ന ഇൻസ്ട്രക്ഷനിൽ കറക്റ്റ് കുഴച്ചെന്ന് ഉറപ്പായപ്പോഴത്തേക്കും പുട്ട് വെട്ടിയിൽ മാവ് നിറച്ചിട്ട് പിന്നെ ലേശം തേങ്ങയൊക്കെ മേളിലിട്ട് അലങ്കരിച്ചിട്ട് എന്താ പറയുക, ഒരു സക്സസ്ഫുൾ ആയി എന്നുള്ള ഒരു ആഘോഷത്തിന് മേളിൽ ഒരു 2 സെക്കൻഡ് തുള്ളി കളിച്ച്. പിന്നെ അവിടെ നേരെ നമുക്ക് പുട്ടുകുറ്റി ഈ കുക്കറിന് മേളാക്കാന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച്. പിന്നെ അതിന് ശേഷം നമ്മൾ ചെയ്ത സ്ഥലം എപ്പോഴും വൃത്തിയാക്കണമെന്ന് ആശാൻ പറഞ്ഞെന്ന് പഠിപ്പിച്ചതാ. പിന്നെ അത് ഒരു സൈഡ് നടക്കുമ്പോഴത്തേക്കും ഇവിടെ പുട്ടായി കഴിഞ്ഞ് ഇപ്പോഴാണ് മൊത്തം ക്യൂരിയോസിറ്റി ഉള്ളത്, ഈ പുട്ട് എങ്ങനെയാണ് പറഞ്ഞതെന്ന്. കാരണം ഒരു പിടുത്തവും ഇല്ല. പൊള്ള പറച്ചനൊക്കെ നേർന്നിട്ട് ആ പുട്ടങ്ങ് തള്ളി ബിസ്മി പറഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇതേ ഇരിക്കുന്നത് ഏതാ സാധനം അല്ലേ. അങ്ങനെ പുറമേ നല്ല ഇതുണ്ടായിരുന്നു, കാരണം എന്താ പറയുക, നല്ല സന്തോഷമായിരുന്നു ഈ പുട്ട് ഇങ്ങനെ കിട്ടിയത്. പിന്നെ മീൻകറിയും നല്ല അയിലക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കറി ഒഴിച്ചിട്ട് ഞാനൊരു പുട്ട് വെച്ച്. അപ്പോൾ ഈ വീട് ജാഷിറൊക്കെ എടുത്തു. അപ്പോൾ അങ്ങേറ്റ ബാക്കിൽ നിന്നുള്ള ഡയലോഗും എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു. അപ്പോൾ കഴിച്ചിട്ട് ഏതാ സാധനം എന്ന് പറയുമ്പോഴത്തേക്കാ മറ്റേ ഡയലോഗ്, ഇതാണ് സ്വയം പുകഴ്ത്തിന്ന്. എന്നാലും ഇല്ല, അടിപൊളി സാധനം. അപ്പോൾ പിന്നെയും കാണാം. ബൈ ബൈ, അസ്സലാമു അലൈക്കും.